ബഹ്റൈനിലെ ആമസോൺ ഡാറ്റാ സെന്റർ ആക്രമിച്ച് ഇറാൻ ക്രൂസ് മിസൈലുകൾ ഉപയോഗിച്ചിട്ടാണ് നിർമ്മാണത്തിലിരിക്കുന്ന അല്ലെങ്കിൽ പകുതി നിർമ്മാണം പൂർത്തിയായിട്ടുള്ള ഈ ഡാറ്റാ സെന്ററിന് നേരെ ഇറാൻ ആക്രമണം നടത്തുന്നത്. വ്യാപകമായിട്ടുള്ള ആക്രമണമാണ് അമേരിക്ക യഥാർത്ഥത്തിൽ ഇറാന്റെ മണ്ണിൽ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കിഷൻ ദ്വീപ്, ഗാർഗ് ദ്വീപ്, അങ്ങനെ പല സ്ഥലങ്ങളിലും ഇറാന്റെ അമേരിക്കയുടെ മാസീവ് ആയിട്ടുള്ള അറ്റാക്ക് ഇപ്പം നടക്കുന്നുണ്ട്. അതും തന്നെ പാലങ്ങളും അതേപോലെ തന്നെ ചില സിവിലിയൻ കേന്ദ്രങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അത് മാത്രമല്ല, നമ്മൾ കണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ അടക്കം ഇവന്മാർ പോയിട്ട് ബോംബിട്ടിട്ടുണ്ട്. വലിയ മനുഷ്യാവകാശം തേങ്ങ മാങ്ങയൊക്കെ പറയുന്ന ടീമാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നതും കൂടെ ഒന്ന് ആലോചിക്കണം. അപ്പോൾ നമ്മൾ നോക്കുന്നത് എന്തുകൊണ്ടാണ് ആമസോണിന്റെ ഡാറ്റാ സെന്ററിന് നേരെ ഈ ഇറാൻ ആക്രമണം നടത്തുന്നത്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം UAE നേരെ ഇറാൻ ആക്രമണം നടത്തിയ സമയത്തും UAEയിലുള്ള ആമസോൺ ഡാറ്റാ സെന്ററിന് നേരെ ഇതേപോലെ തന്നെ ഇറാൻ ആക്രമണം നടത്തിയിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നത്? അതിൽ ഒരു കാരണം എന്ന് പറയുന്നത് ഇന്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള അമേരിക്കയിൽ ഇളക്കം സൃഷ്ടിക്കാൻ സാധ്യതയുള്ള ചില കമ്പനികൾക്ക് നേരെ ആക്രമണം നടത്തുക, അവിടെ ഇളക്കം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അമേരിക്കക്ക് ഇറാന്റെ നേരെ ആകെ ചെയ്യാനാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇറാന് നേരെ ഉപരോധം ഏർപ്പെടുത്തുക, അതേപോലെ തന്നെ ഇറാന്റെ മണ്ണിൽ തുടരെ പോയിട്ട് ബോംബിടുക. പക്ഷേ ഇറാന്റെ തിരിച്ചാക്രമണം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള മൾട്ടിനാഷണൽ കമ്പനികൾക്ക് നേരെയാണ്. അത്തരം കമ്പനികളുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് അമേരിക്കക്ക് അത്യന്താപേക്ഷിതമാണ്. അമേരിക്കക്ക് ഒരിക്കലും അത്തരം കമ്പനികൾ ഇല്ലാണ്ട് അത്തരം കമ്പനികൾക്ക് യാതൊരു തരത്തിലുള്ള പ്രൊട്ടക്ഷനും കൊടുക്കാതെ അമേരിക്കക്ക് നിലനിൽക്കാനും പറ്റത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ആമസോൺ ഡാറ്റാ സെന്ററിന് നേരെ ഇറാൻ ആക്രമണം നടത്തുമ്പോൾ ഇറാൻ ആക്ച്വലി ആമസോൺ ഡാറ്റാ സെന്ററിന് നേരെ പറയുന്ന ഒരു നരേഷൻ എന്നുള്ളതല്ല, ഒരു ആമസോൺ ഡാറ്റാ സെന്റർ ആക്ച്വലി ചെയ്യുന്നത് അമേരിക്കൻ ആർമിക്ക് പരോക്ഷമായിട്ടുള്ള പലതരത്തിലുള്ള സേവനങ്ങളും ഈ ഡാറ്റാ സെന്റർ കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പാലങ്ങൾ ആക്രമിക്കുന്നതും അതേപോലെ തന്നെ ഈ പറയുന്ന എണ്ണപ്പാടങ്ങൾ ആക്രമിക്കുന്നതൊക്കെ പോലെ തന്നെ ഇത്തരം ഡാറ്റാ സെന്ററുകൾക്ക് നേരെയുള്ള ആക്രമണം എന്തുകൊണ്ടാണ് മോഡേൺ വാറിൽ ഇമ്പോർട്ടൻ്റ് ആവുന്നത് എന്നുള്ളതാണ്. അത് എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ട്രംപിന്റെ കരണത്തടിക്കുന്ന രീതിയിലുള്ള ഒരു ആക്രമണമായിട്ട് മാറുന്നത് എന്നുള്ളതും കൂടെയാണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തത്, ആമസോൺ ഡാറ്റാ സെന്ററിൽ ആക്ച്വലി നടക്കുന്നത് ആമസോൺ വെബ് സർവീസ് ആണ്. അതായത് AWS എന്നാണ് അതിനെ ഷോർട്ടായിട്ട് പറയാം. ലോകത്തിലുള്ള പല കമ്പനികളും ഡാറ്റ ട്രാൻസ്ഫറിങ്ങിന് വേണ്ടിയിട്ടും മോണിറ്ററിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു സർവീസാണിത്. അതായത് ക്ലൗഡിലാണ് യഥാർത്ഥത്തിൽ ഇത് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ സെർവറുകളും ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് US പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഇത് ഉപകാരപ്രദമാവുന്നത് എന്നുള്ളതാണ്. US പ്രതിരോധ വകുപ്പും അതായത് DOD പ്രതിരോധ കരാറുകാരും ചില ലോജിസ്റ്റിക്, ഡാറ്റ വിശകലനം, AI സോഫ്റ്റ്വെയർ വികസനം തുടങ്ങിയ ആവശ്യങ്ങൾക്ക് AWS പോലെയുള്ള ക്ലൗഡ് സേവനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഇതാണ് പ്രശ്നം. അതായത് ഇറാന്റെ മണ്ണിൽ നിന്ന് എടുത്തിട്ടുള്ള ചിത്രങ്ങളും ഉപഗ്രഹ ചിത്രങ്ങളൊക്കെ AI വെച്ചിട്ട് അതിനെ വിശകലനം ചെയ്യാനും അതിനെ അനലൈസ് ചെയ്യാനും അതേപോലെ തന്നെ ചില ലോജിസ്റ്റിക് സേവനങ്ങൾ നൽകാനും അതേപോലെ തന്നെ ഇവർ തമ്മിലുള്ള ഇന്റർ ഡിപ്പാർട്ട്മെന്റ് കമ്മ്യൂണിക്കേഷൻസ് നടത്താനും അതേപോലെ തന്നെ ലോജിസ്റ്റിക്സ് ഒന്ന് സ്മൂത്തായിട്ട് നടത്താൻ വേണ്ടിയിട്ടൊക്കെ ആക്ച്വലി ഈ AWSനെ ചില പ്രതിരോധ കരാറുകാരും അതേപോലെ തന്നെ US ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സെന്ററുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തുന്ന സമയത്ത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഈ പറയുന്ന ശൃംഖലകളുടെ ഒക്കെ കണ്ണി മുറിച്ചിടുക എന്നുള്ളതാണ് ഇറാൻ ചെയ്യുന്നത്. അതായത് ഉപഗ്രഹ ചിത്രങ്ങൾ കിട്ടിയാൽ മാത്രം പോരാ, അത് അനലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി, അത് അനലൈസ് ചെയ്യാനുള്ള AI സോഫ്റ്റ്വെയറുകൾ, സിസ്റ്റം, ഇതെല്ലാം ആവശ്യമാണ്. അതായത് അതീവ രഹസ്യമായിട്ടുള്ള അതീവ പ്രതിരോധ ഈ രാജ്യത്തിന്റെ പ്രൊട്ടക്ഷൻ ഉൾക്കൊള്ളുന്ന ചില കാര്യങ്ങളൊന്നും ഇത്തരത്തിലുള്ള പബ്ലിക് കമ്പനികൾ ഉപയോഗിച്ചിട്ട്, പ്രൈവറ്റ് കമ്പനികൾ ഉപയോഗിച്ചിട്ട് അമേരിക്ക നടത്തത്തില്ല. പക്ഷെ അതല്ലാത്ത ചില കാര്യങ്ങൾ ഇത്തരത്തിലുള്ള ഈ AWS പോലെയുള്ള ആമസോൺ വെബ് സർവീസ് പോലുള്ള സെന്ററുകൾ ഉപയോഗിച്ചിട്ട് യഥാർത്ഥത്തിൽ അമേരിക്ക നടത്തും എന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഉപഗ്രഹ ചിത്രങ്ങൾ അനലൈസ് ചെയ്യുക പോലെയുള്ള പരിപാടികൾ, അതേപോലെ തന്നെ ഈ പറയുന്ന ഇന്റർ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനെ എന്ത് ചെയ്യാമോ ഒന്ന് കോർഡിനേറ്റ് ചെയ്യുന്ന പോലെയുള്ള പരിപാടികൾ, AI ഉപയോഗിച്ചിട്ടുള്ള ഡാറ്റ അനാലിസിസ് ടെക്നോളജികളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് AWS ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇത് സ്മൂത്ത് ആയിട്ട് നടന്നു കഴിഞ്ഞാൽ ഇറാന്റെ മണ്ണിലേക്കുള്ള അമേരിക്കയുടെ ഇൻവേഷനും അതേപോലെ തന്നെ അമേരിക്കയുടെ ഈ പറയുന്ന അറ്റാക്കും കുറച്ച് സ്മൂത്ത് ആയിട്ട് വരും എന്നുള്ളതാണ്. അപ്പോൾ ഈ സ്മൂത്ത് ആയിട്ടുള്ള ഈ പരിപാടിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ അമേരിക്കൻ
മാർക്കറ്റിൽ തന്നെ ചില ഇളക്കങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മൾട്ടിനാഷണൽ കമ്പനീനെ ആക്രമിക്കുക എന്നുള്ള നിലയ്ക്കും യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഇറാൻ ഈ പറയുന്ന ആമസോൺ ഡാറ്റാ സെന്ററുകൾക്ക് നേരെയുള്ള ആക്രമണം കടുപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു ന്യൂസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ബഹ്റൈനിലെ ആമസോൺ ഡാറ്റ ഹബ്ബ് തകർത്തതായി ഇറാൻ സൈന്യം വെളിപ്പെടുത്തി. നിർമ്മാണത്തിലിരിക്കുന്ന ഡാർഗോവിൻ ആണവ നിലയത്തിന് നേരെ അമേരിക്ക നടത്തിയ വ്യോമാക്രമണങ്ങൾക്ക് മറുപടിയായാണ് തങ്ങൾ ക്രൂസ് മിസൈലുകൾ ഉപയോഗിച്ചിട്ട് അമേരിക്കൻ കമ്പനിയായ ആമസോണിന്റെ സെൻട്രൽ ഡാറ്റാ സെന്റർ തകർത്തതെന്ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അവകാശപ്പെട്ടു. ഓപ്പറേഷൻ നസർ 2ന്റെ ഭാഗമായാണ് ഈ ആക്രമണം നടന്നതെന്നും അമേരിക്കൻ സൈനിക ഓപ്പറേഷനുകൾക്കും രഹസ്യാന്വേഷണത്തിനും സാങ്കേതിക പിന്തുണ നൽകുന്ന സ്ഥാപനങ്ങളെ ഇനിയും ലക്ഷ്യമിടുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. അതായത് MQ-9 റീപ്പർ ഡ്രോണുകൾ ഉപയോഗിച്ചിട്ട് പകർത്തുന്ന വിഷ്വൽസിനെയൊക്കെ വിശകലനം ചെയ്യാൻ വേണ്ടിയിട്ട് അമേരിക്ക ഉപയോഗിക്കുന്ന ഡാറ്റാ സെന്ററുകളാണ് ഇത് എന്നൊക്കെയാണ് ഇറാന്റെ അവകാശവാദം, അല്ലെങ്കിൽ ഇറാൻ അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയും കൂടെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഡാറ്റാ സെന്ററുകൾക്ക് നേരെയുള്ള ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം സിവിലിയൻ കേന്ദ്രങ്ങൾക്ക് നേരെയും മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെന്റിന് നേരെയും ആക്രമണം നടത്താനുള്ള ഒരു ലെജിറ്റിമസി അമേരിക്ക തന്നെ യഥാർത്ഥത്തിൽ ഇറാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പറയേണ്ടത്. കാരണം സിവിലിയൻ കേന്ദ്രങ്ങൾക്ക് നേരെയും ഹോസ്പിറ്റലുകൾക്ക് നേരെയും പാലങ്ങൾക്ക് നേരെയും അതേപോലെ തന്നെ ജലസംഭരണികൾക്ക് നേരെയും അതേപോലെ തന്നെ ഈ പറയുന്ന വൈദ്യുതി നിലയങ്ങൾക്ക് നേരെയൊക്കെയുള്ള ആക്രമണം ആദ്യം തുടങ്ങി വെച്ചത് ഈ പറയുന്ന അമേരിക്കയാണ്. അപ്പൊ ഇറാൻ ഓൾറെഡി ഇവിടെ ലെജിറ്റിമസി കിട്ടുകയാണ് എന്ത് തിരിച്ചും ഇതുപോലെ സ്ഥലങ്ങളിലുള്ള ആക്രമണം നടത്താൻ വേണ്ടിയിട്ട്. അപ്പൊ ഇറാൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയും അത് തന്നെയാണ്. തിരിച്ചും ഇതുപോലത്തെ സ്ഥലങ്ങളിലേക്ക് ഇനി ആക്രമണം കടുപ്പിക്കാൻ പോവുകയാണ് ഇറാൻ എന്നുകൂടിയാണ് ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഇൻഫർമേഷൻസ് വരുന്നത് എന്നുള്ളതും കൂടിയാണ് പറയാനുള്ളത്.